ഹേ എവ്രിബഡി, വെൽക്കം ടു ടോക്കിംഗ് കാർസ്. നമ്മുടെ പല EV റിവ്യൂസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഒരു ചെറിയ കാറ് ആവശ്യമാണ്, ഇലക്ട്രിക്കൽ ഏറ്റവും നല്ലത് ഹാച്ച് ബാക്ക് ആയിരിക്കും സിറ്റിക്കകത്ത് കൊണ്ടുനടക്കാൻ എന്നൊക്കെ പറയാറുണ്ട്. ആൻഡ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആക്ച്വലി ഈ വണ്ടിയല്ല വേണ്ടത്, നമുക്കൊരു നാനോ ഇലക്ട്രിക് ആണ് നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ഇതിന്റെ പകരം അങ്ങനത്തെ ഒരു ചെറിയ സൈസിൽ ഇലക്ട്രിക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത്. ബട്ട് നമുക്ക് എപ്പോഴോ ഈ പറയുമ്പോഴൊക്കെ അറിയാവുന്ന കാര്യം, നാനോ ഇലക്ട്രിക് ആയിട്ട് നമുക്ക് ഒരിക്കലും ഇനി ഇറങ്ങാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ചേഞ്ചിങ് നോംസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ എന്തായാലും അത് വരില്ല. അപ്പൊ ഒരു പൈപ്പ് ഡ്രീം ആയിട്ടാണ് നമ്മൾ വെച്ചിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഓടിക്കുന്ന വണ്ടി ഇസ് എ നാനോ ഇലക്ട്രിക്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉള്ളൊരു കാറാണ്. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ നമ്മൾ റെവേന്ന് തുടങ്ങും, E2 പോവും, അങ്ങനെ കൂടുതലും മഹീന്ദ്ര പ്രൊഡക്ട്സും അല്ലേ, അത് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. വേറെ ടാറ്റ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എല്ലാവർക്കും ആദ്യം വരുന്ന നെക്സോൺ ആണ്. ബട്ട് എന്നാൽ അതിന് മുമ്പേ ഉള്ള കുറച്ച് ടിഗോർ EVകൾ, ടാക്സി ആയിട്ട് ഇറങ്ങിയിരുന്ന വണ്ടികളും കുറച്ച് ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. എന്നാൽ ഇങ്ങനത്തെ ഒരു വണ്ടിയെ പറ്റി ഒരു പൊതുവെ ആരും കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വണ്ടി നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, നമ്മൾ ഈ നാനോ വോൾട്ടർ ഇലക്ട്രിക് ആണ് വേണ്ടതെന്ന് പറയുമ്പോഴും നമുക്ക് അറിയാമായിരുന്നു നാനോന്റെ ഇലക്ട്രിക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അതെ, വർഷങ്ങൾ മുന്നേ നമ്മൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് വണ്ടി ഇറങ്ങിയതായിട്ട് നമുക്ക് അറിയാമായിരുന്നു. അതെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെന്നും നമ്മുടെ മനസ്സിലൊരു പൈപ്പ് ഡ്രീം ഉണ്ടാവണം അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ. യെസ്. ആൻഡ് അങ്ങനെ നമ്മളിത് കുറെ കാലം ഇതിന്റെ പുറകെ നടന്ന് ചേസ് ചെയ്ത് എന്തായാലും കഴിഞ്ഞ കൊല്ലം ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് ഓടിക്കാൻ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞ് ഫൈനലി ഇപ്പോഴാണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കുറച്ച് കഥകളിലോട്ട് പോകാം. അതെ, സോ ടാറ്റ നാനോ EV എന്ന് പറയുമ്പോൾ തന്നെ ഇതിലൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കാര്യം ഈ വണ്ടീനെ ടാറ്റ നാനോ EV എന്ന് പറഞ്ഞ ആരും വിളിക്കുന്നില്ല. ഇല്ല, ടാറ്റ ഒന്നും വിളിക്കുന്നില്ല, നാനോ ഒന്നും വിളിക്കുന്നില്ല. ഇല്ല. ഇപ്പൊ ഈ വണ്ടിയുടെ പേര് ജയം നിയോ എന്നാണ്. നമ്മൾ പലപ്പോഴും ഈ ജയം എന്നുള്ള പേര് എന്തൂസിയാസിന് കുറച്ച് ഫെമിലിയർ ആയിരിക്കും. കാര്യം നമ്മുടെ ജയ് ആനന്ദ് മോട്ടോർ സ്പോർട്സ്, അതേപോലെ നമ്മുടെ ടിയാഗോയും ടിഗോറിന്റെ സ്പെഷ്യൽ വെഹിക്കിൾസ് ഉണ്ടാക്കിയിരുന്നു. അതെ, JTP ഉണ്ടാക്കിയിരുന്നു അവരുടെ ജെയം ടാറ്റ സ്പെഷ്യൽ വെഹിക്കിൾസ്. JTSB എന്നുള്ള പേരിലായിരുന്നു ആ കമ്പനി അറിയപ്പെട്ടിരുന്നത്. അതെ, ഇപ്പൊ ഇല്ല. അവർ ആ കൊളാബറേഷൻ എൻഡ് ചെയ്തു. അതെ, പക്ഷെ പറയുമ്പോൾ ഒരു ഇന്ത്യൻ അപാർത്ത് പോലെ അല്ലെങ്കിൽ ഒരു AMG പോലെ നമുക്ക് പറയാവുന്ന ഒരു കമ്പനി ആയിരുന്നു അത്. അതെ, ആദ്യമായിട്ട് ടാറ്റ പുറത്തുള്ള ഒരു കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവരുടെ പെർഫോമൻസ് മോഡൽ ഇറക്കി എന്നുള്ള വെച്ചു. അതെ. ആൻഡ് ജയം എന്ന് പറയുമ്പോൾ ഒരു മോട്ടോർ സ്പോർട്ട് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പണ്ട് തൊട്ടേ കാറിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കറിയാം. കാര്യം പണ്ട് നമ്മുടെ ഫിയറ്റിലും അംബാസഡറിലും ഒക്കെ എഞ്ചിൻ കൺവേർഷൻ ലീഗലായിരുന്ന ടൈമിൽ ജയ ഡീസൽ എഞ്ചിനായിരുന്നു നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ആ എഞ്ചിൻസ് ഉണ്ടാക്കിയിരുന്നതും ബാക്ക് ഇൻ ദ ഡേ ഇൻ ദി 80s ഉണ്ടാക്കിയിരുന്നതും ഈ നമ്മുടെ ജയാനന്ദാണ്. അതേപോലെ റാലിക്കാർക്ക് പുള്ളി വളരെ ഫെമിലിയർ ആണ്. കാര്യം ജയാനന്ദിന്റെ സസ്പെൻഷൻസും അതേപോലെ ട്യൂണിങ്ങും കാര്യങ്ങളെല്ലാം റാലി വേൾഡിൽ ലെജൻഡറി ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് അവർ ഈ ഒരു പ്രൊജക്റ്റിന് ടൈപ്പ് ചെയ്തത്. സോ ടാറ്റയുടെ കുറെ R&D വർക്ക് ജയാനന്ദിന്റെ അവിടെയാണ് നടക്കുന്നത്. ഇപ്പൊ ഞാൻ പണ്ട് ചെല്ലുമ്പോൾ തന്നെ ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് ഇതേപോലെ പ്രോട്ടോടൈപ്സ്. നമ്മുടെ ആര്യയുടെ പവർ കൂടിയ വേർഷൻ, അതേപോലെ നാനോന്റെ തന്നെ നമ്മൾ പല എപ്പിസോഡ്സിലും പറഞ്ഞിട്ടുണ്ട്. ഐ ഹവ് സീൻ 3 സിലിണ്ടർ നാനോ, അതെ, 3 സിലിണ്ടർ നാനോ, 2 സിലിണ്ടർ ടർബോ, അതേപോലെ ഇതിന്റെ ഇലക്ട്രിക് വേർഷൻ, അങ്ങനെ ഡീസൽ, അങ്ങനെ കുറെ സാധനങ്ങള് നമ്മുടെ ജെഎമ്മിന്റെ പാർട്ട്ണർഷിപ്പിലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവര്. ഈ ഇൻഡിക്കാസ് ലൗട്ടും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയവര്. അതെ, അതെ. അതുപോലെ കുറെ സൂപ്പർ വേർഷൻസും നമ്മുടെ വിസ്റ്റയുടെ ഇതിന്റെ പൈപ്പ് ലൈനിൽ ഉണ്ടായിരുന്നു, ബോൾട്ടിന്റെ. അതെ, അങ്ങനെ കുറെ എന്തൂസിയാസ്റ്റിക് വേർഷൻസും കുറെ സ്പെഷ്യൽ വേർഷൻസും ഇവർ ഇറക്കിയിട്ടുണ്ട്. ബട്ട് നെവർ ടു ദ കമേഴ്ഷ്യൽ മാർക്കറ്റ്. അതേ കഥ തന്നെയാണ് ഈ വണ്ടിക്ക്. സോ ഈ വണ്ടിയുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2016-17 ഒക്കെ ആയപ്പോഴേക്കും ടാറ്റ, ദാറ്റ് ഈസ് നമ്മുടെ പുതിയ ലാസ്റ്റ് ജനറേഷൻ ഓഫ് ദ നാനോ, GenX നാനോ ഇറങ്ങിയപ്പോൾ തൊട്ട് ഇതിന്റെ മേത്തൊരു ഡെവലപ്മെന്റ് നടക്കുന്നതാണ്. ആ സമയത്ത് ഇവര് ജയമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഡിസൈഡഡ് ഓക്കെ നമുക്ക് ഈ വണ്ടി ഇറക്കി തുടങ്ങാം. അന്ന് ടാറ്റയ്ക്ക് വേറെ EV ഉണ്ടാക്കിയിട്ടുള്ള ഒരു നോളജ് ഒന്നുമില്ല. ഇപ്പൊ എന്തായാലും ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തു അവര്. ആൻഡ് അവർ ആലോചിച്ചു ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഒരു സെയിൽസ് നെറ്റ്വർക്ക് ആയിട്ടില്ല, സർവീസ് നെറ്റ്വർക്ക് ആവുന്നേ ഉള്ളൂ. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഓൾ ഔട്ട് ഇൻ ടു ദ പബ്ലിക് മാർക്കറ്റ്, നമുക്കിതൊരു ഒരു ഫ്ലീറ്റ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ബയേഴ്സിന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവരിത് ഉണ്ടാക്കിയത്. ആൻഡ് ഓൾസോ നമ്മൾ ഓർക്കണം, ഇത് ഇറങ്ങിയ സമയത്ത് ഈ ഇലക്ട്രിക് വെഹിക്കിളിനുള്ള ടാക്സ് സബ്സിഡിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സോ ഓൾ ദീസ് വെഹിക്കിൾസ് വെർ എക്സ്പെൻസീവ് ബാക്ക് ഇൻ ദ ഡേ. അപ്പോൾ ഒരു ട്രയൽ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ B2B കസ്റ്റമേഴ്സിനാണ് അവർ മെയിനായിട്ട് ഇത് പ്ലാൻ ചെയ്തിരുന്നത്. ഞാൻ അങ്ങനെ അബൌട്ട് 400-450 കാസ് ഓർഡർ അങ്ങനെ അത്രയും അങ്ങോട്ട് വണ്ടികളെ ഉണ്ടാക്കിയിട്ടുള്ളൂ മൊത്തം ഇനീഷ്യലി ടു സ്റ്റാർട്ട് വിത്ത്. ആൻഡ് ഈ വണ്ടികൾ ഒരു 2-3 വലിയ ബയേഴ്സിന്റെ കയ്യിലോട്ടാണ് പോയത്. ഓക്കെ, അപ്പൊ നമ്മൾ ആലോചിക്കണ്ടാവും എന്തുകൊണ്ട്
ഇതിനെപ്പറ്റി നമ്മളൊന്നും കേട്ടില്ല എന്നുള്ളത്. അതെ. വണ്ടി ഇറങ്ങിയതും യാ കാര്യം ഇത്രയും ഒരു ഫാൻഫെയറോടെ ഉണ്ടാക്കാം എന്ന് വെച്ചിരുന്നൊരു വണ്ടി എന്തുകൊണ്ട് കേട്ടില്ല എന്ന് പറഞ്ഞാൽ, സോ ഈ വണ്ടികളെല്ലാം മാനുഫാക്ചർ 2018-19 ശരിക്കും ഇതിന്റെ മാനുഫാക്ചർ കൂടുതലുള്ളത്. ഈ വണ്ടിയൊക്കെ ഡെലിവർ ആവുന്നത് 2020 കൊറോണ സമയത്ത് കറക്റ്റ് ആയിട്ടാണ് ഈ സാധനം ഇറങ്ങുന്നത്. അന്നാണെങ്കിൽ ആർക്കും IT പാർക്കിലും പോകാനില്ല, മറ്റേ ക്യാബ് വിളിച്ച് എങ്ങോട്ടും പോകാനില്ല, ഒന്നും ചെയ്യാനില്ല. ഇവരെല്ലാം ഡെലിവറി കൊടുത്തു, മറ്റേ ഇവര് ബോയിങ് മേടിച്ച പോലെ പോയി. അതെ, ഭയങ്കര ഓർഡറൊക്കെ കൊടുത്ത് സാധനം മേടിച്ച് അവസാനം പറത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇതവിടെ. അതെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ വണ്ടികളെല്ലാം സ്റ്റക്ക് ആയത്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് വൈ നമ്മൾ കമേഴ്ഷ്യലായിട്ട് ഈ വണ്ടിയെ പറ്റി കൂടുതലൊന്നും കേൾക്കാഞ്ഞത്. ആൻഡ് ഇപ്പൊ എന്തായാലും ഈ വണ്ടികൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. വി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ഇൻ എ ബിറ്റ്. അപ്പൊ നമുക്ക് ഈ വണ്ടിനെ കുറിച്ച് പറയാം. സോ ഇത് ബേസിക്കലി ഒരു നാനോ തന്നെയാണ്. നാനോന്റെ ഷെല്ലാണ് JM സപ്ലൈ ചെയ്യുന്നത്. അതെ, ഷെൽ വിത്ത് എസെൻഷ്യൽ മെക്കാനിക്കൽസ്. യെസ്. സോ ബേസിക്കലി ഇതിന്റെ ബേസിക് വണ്ടി വിത്ത് ബോഡി പെയിന്റ് എല്ലാം ചെയ്തിട്ട് മെക്കാനിക്കൽസും എല്ലാം ഉണ്ടാവും. ബേസിക് 12 വോൾട്ടിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റവും കംപ്ലീറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ വണ്ടി കൊടുക്കുന്നത് ഫാക്ടറിയിൽ നിന്ന്. ബാക്കി ഈ കിറ്റ്, ദാറ്റ് ഈസ് ദി ഇലക്ട്രിക്കിന്റെ കിറ്റ് മുഴുവൻ JMന്റെ വകയാണ് ഈ വണ്ടിയിലോട്ട് കയറ്റുന്നത്. ഇതിന്റെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ അത് JM എനിക്കാണ് ഇലക്ട്രയുടെ അടുത്ത് സോഴ്സ് ചെയ്തിരുന്നത്. അതെ, ഇലക്ട്രിക് സോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇലക്ട്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിഗോർ EV, അതേപോലെ എക്സ്പ്രസ് T, ഇവരുടെയൊക്കെ സെയിം വെൻഡർ ആണ് ഇലക്ട്ര EV എന്ന് പറയുന്നത്. ലോ വോൾട്ടേജ് ആയിട്ടുള്ള ഇനീഷ്യൽ ടാറ്റകളുടെ. അതെ, ഇനീഷ്യൽ ഇപ്പോഴും ഉണ്ട്. എക്സ്പ്രസ് Tക്ക് വരുന്നത് ഇപ്പോഴും ആ സെയിം ലോ വോൾട്ടേജ് സിസ്റ്റം ആണ്. ആൻഡ് ഇവരുടെ Ziptron എന്നുള്ള ബ്രാൻഡിങ് അവരുടെ ഹൈ വോൾട്ടേജ് വണ്ടികൾക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊരു 48 വോൾട്ട് സിസ്റ്റം ആണ്. യെസ്. ബാറ്ററി പാക്ക് 17.7 കിലോവാട്ട് അവർ ആണ് വരുന്നത്. ലിഥിയം അയൺ ബാറ്ററീസ് ആണ് വരുന്നത്. ഈ സീറ്റിന്റെ അടിയിലാണ് വന്നിരിക്കുന്നത്. ഈ സീറ്റിന്റെ അടി ടാറ്റ ആക്ച്വലി നാനോയിൽ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം CNG നാനോയ്ക്ക് ഇതിന്റെ അടിയിലാണ് CNG ടാങ്ക് വെച്ചിരുന്നത്. പെട്രോൾ വണ്ടികൾക്ക് അതിന്റെ അടിയിലാണ് നമ്മുടെ സാധാരണ 12 വോൾട്ട് ബാറ്ററി വരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സ്പേസ് ആണ് ഇതിനകത്തും അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ 12 വോൾട്ട് ബാറ്ററി എവിടെ ഇരിക്കണം? ഇതിന്റെ 12 വോൾട്ട് ബാറ്ററി ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതെ, ചാർജിംഗ് പോർട്ട് മോണ്ടിന്റെ അടിയിലാണ്. ചാർജിംഗ് പോർട്ട് 2 എണ്ണം ഉണ്ട്, രണ്ടും ബോണറ്റിന്റെ അടിയിലാണ്. എന്താ ഇതിന്റെ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്താ? സോ ഇതിന് നമുക്ക് സാധാരണ വീട്ടിൽ ചാർജ് ചെയ്യുന്ന ലോ സ്പീഡ് ചാർജിംഗ് ആണ്. നമ്മുടെ സാധാരണ 15 ആംപിയർ കുത്തുന്നതാണ്. വേറെ ഫാസ്റ്റ് ചാർജിങ്ങിന് GBT എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ആ ഒരു പ്രോട്ടോകോളിൽ ഉപയോഗിച്ച കണക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ എല്ലാ ചാർജർ എടുത്ത് പോയാലും മറ്റേ ഒഴിഞ്ഞിടക്കുന്ന പിന്നാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതെ, എക്സാക്ട്ലി. ഭയങ്കര സുഖമുള്ള നാനോ ഇലക്ട്രിക് ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് എവിടെ പോയാലും ചാർജിംഗ് പോർട്ടിന് വേണ്ടി കാത്തുകേണ്ടി വരില്ല. കാര്യം ഇപ്പൊ നമ്മൾ KSEBയുടെയും ബാക്കി എല്ലാവരുടെയും നോക്കുകയാണെങ്കിൽ ഒരു വലിയ മെഷീൻ ഉണ്ടാവും CCS2. അത് കഴിഞ്ഞാൽ 3 ചെറിയ മെഷീൻസ് ആണ് എല്ലായിടത്തും കാണുന്നത്. സോ 3 ചെറിയ മെഷീൻ എന്ന് പറയുമ്പോൾ ബാക്കി ബാംഗ്ലൂരും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഈ ടിഗോർ ടാക്സിയും അതേപോലെ വെറീറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം വെറുതെ നടക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഗോയിങ് ഓൺ. അപ്പൊ അതിനൊന്ന് സോഫ്റ്റ്വെയർ ഒന്ന് കോഡ് ചെയ്യേണ്ടി വരും. കാര്യം ആരും എല്ലാവരും തലം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നാനോ ഇലക്ട്രിക്കോ, നിങ്ങൾ എന്ത് ഈ സാധനം കൊണ്ട് കുത്താൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഐ തിങ്ക് ഇൻ മന്ത്സ് ടൈം ആ കാര്യങ്ങളൊക്കെ സോർട്ട് ആവും. സോ മോട്ടോർ ബാക്കിലല്ലേ? മോട്ടോർ ബാക്കിലാണ് ഇരിക്കുന്നത്. അതെ. സോ 15 കിലോവാട്ട് മോട്ടറാണല്ലേ? അതെ, ബാക്കി തന്നെയാണ് വരുന്നത്. സോ about 23 horse power. ആൻഡ് അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അത് വളരെ കുറവായിട്ട് തോന്നും. ബട്ട് ദ തിങ് ഈസ് നമ്മുടെ സാധാരണ നാനോ അത്രയും റെവ് ചെയ്താണ് അതിന്റെ പവർ ഉണ്ടാക്കുന്നത്. ഇത് ജസ്റ്റ് അബൌട്ട് 2000 RPM യു ആർ ഗെറ്റിംഗ് ദിസ് പവർ. അപ്പൊ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ടോർക്ക് അത്യാവശ്യം ഡീസന്റ് ആണ്. അബൌട്ട് 40-45 Nm. റെഗുലർ നാനോക്കും ഏതാണ്ട് അതിന്റെ അടുത്ത് തന്നെയായിരുന്നു ഇനീഷ്യൽ നാനോൾക്ക്. പിന്നീടുള്ള 51 Nm ആയിട്ടായിരുന്നു. യെസ്, നോട്ട് ബാഡ്. ആൻഡ് അഗൈൻ ഇതിൽ യു ഹാവ് ദ ടോർക്ക് ഫ്രം ഗെറ്റ് ഗോ. ഓണായി തുടങ്ങുന്ന പോയിന്റ് തൊട്ട് ടോർക്ക് ഉണ്ട്. ഓടിക്കാൻ എങ്ങനെയുണ്ട്? സോ ഓടിക്കാൻ ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് സറിയൽ. കാര്യം ഞാനിപ്പോ നമ്മുടെ റെഗുലർ നാനോ എത്ര 7 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് അത് വെച്ച് നമ്മൾ ആ നാനോയിൽ നമുക്ക് ഏറ്റവും ഒരു പോരായ്മ തോന്നണം എന്റെ കണ്ണിൽ. ഇറ്റ്സ് എ വെരി നൈസ് കാർ എക്സെപ്റ്റ് ഫോർ റിഫൈൻമെന്റ്. കാര്യം എഞ്ചിൻ റിഫൈൻമെന്റ് ആണെങ്കിലും ഗിയർ ബോക്സിന്റെ റിഫൈൻമെന്റ് എസ്പെഷ്യലി ആണെങ്കിലും AMTയുടെ അതാണ് നമുക്ക് ആ വണ്ടിയിൽ കുറച്ചൊരു മടുപ്പ് വരുന്നത്. കാര്യം ഓരോ തവണ പവർ ഇല്ലായ്മയും ആ ഒരു നോയ്സും. അതെ, അപ്പൊ അങ്ങനത്തെ ആ ഒരു റിഫൈൻമെന്റ് ആണ് ആ വണ്ടിക്ക് അവർ കുഴപ്പമുള്ളത്. വേറെ ഈ വണ്ടിയിൽ പോകുമ്പോൾ ആ എൻറ്റയർ പ്രശ്നം സോൾവ് ആയി. ദർ ഇസ് നോ നോയ്സ്, ഒന്നുമില്ല, വൈബ്രേഷൻസ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. സോ ഇറ്റ് ഫീൽസ് ജസ്റ്റ് ലൈക്ക് ശരിക്കും നാനോ ഇങ്ങനെ ആയിരുന്നു ഇറങ്ങണ്ടേന്ന് നമുക്ക് തോന്നിപ്പോ. നമ്മളിപ്പോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ MGയും അങ്ങനത്തെ വണ്ടികളുടെ കമ്പയർ ചെയ്യണമെങ്കിൽ ഔട്ട്റൈറ്റ് ആക്സലറേഷൻ അത്ര വെപ്പൊന്നും ഒരിക്കലും ആവില്ല. കാര്യം ഇതൊരു ലോ വോൾട്ടേജ് EV ആണ്. പക്ഷെ നമ്മൾ ട്രാഫിക്കിൽ അറിയില്ല. ട്രാഫിക്കിൽ ആക്ച്വലി തീരെ ഒരു കുഴപ്പമില്ല. നമ്മൾ ആ കൂടെ ഫ്ലാറ്റ് ഔട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവണേ ദാറ്റ് ഓക്കെ ദിസ് ഇസ് എ സിറ്റി കാർ. ആ ഒരു ഫീൽ ഉണ്ട്. ബട്ട് അതിപ്പോ നമ്മൾ റേവ അങ്ങനത്തെ ഏത് വണ്ടി എടുത്ത് നോക്കിയാലും ഉള്ള സിമിലർ കമ്പയറബിൾ ആ ഒരു ഫീലാണ്. ബട്ട് ഒരു സിറ്റിക്കകത്ത് നമ്മളിപ്പോ ഒരു ബിറ്റ്വീൻ
0 to 50, 0 to 60 ഉള്ളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാന്നുണ്ടെങ്കിൽ യു റിയലി ഡോണ്ട് ഫീൽ. കാര്യം ആ ഒരു എഫേർട്ട്ലെസ് എക്സ്പീരിയൻസും ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് ആ ഒരു ഔട്ട്റൈറ്റ് പവർ സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ല. ഇതിന്റെ ക്ലെയിം റേഞ്ച് ARAI സർട്ടിഫൈ ചെയ്തേക്കുന്നത് 200 കിലോമീറ്റർ ആണ്. യെസ്, അറൌണ്ട് 160 ഒക്കെ കിട്ടുമായിരിക്കും കാണിക്കുന്നുണ്ട് സാർ. നമുക്കിപ്പോ വണ്ടി 100% ആക്കി കഴിയുമ്പോൾ 165 കിലോമീറ്റേഴ്സ് ആണ് DTE കാണിക്കുന്നത്. ആൻഡ് അത് ആസ് ഓഫ് നോ ഇപ്പൊ കണ്ടിട്ട് മോറോലെസ് ആക്യുറേറ്റ് ആണ്. ഇപ്പൊ നമുക്ക് 60% സ്റ്റേറ്റ് ഓഫ് ചാർജ് കാണിക്കുന്നുണ്ട്, 100 കിലോമീറ്റർ DTE കാണിക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല അല്ലേ? വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ആ ഒരു റേഞ്ച് കവർ ആവുന്നുണ്ട്. നമ്മൾ എന്തായാലും ഇതിന്റെ ഒരു എക്സ്റ്റൻസീവ് ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നവരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. സോ നമ്മൾ ഇതിന് ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് കാര്യം പറയുമ്പോൾ 2 മോഡ്സ് ആണ് വരുന്നത്. ഒന്ന് ഡ്രൈവ് ആൻഡ് ഒന്ന് സ്പോർട്ട്. ഓക്കെ. സോ സ്പോർട്ട് ഇടണമെങ്കിൽ നമ്മൾ ബേസിക്കലി ഈ ഗിയർ ലിവർ ഒന്ന് ലെഫ്റ്റിലേക്ക് ആക്കിയാൽ മതി. നമ്മുടെ AMT എടുത്ത് മാനുവലിലേക്ക് ഇടുന്ന പോലെ തന്നെയാണ്. സ്പോർട്ടിന് ബട്ടൺ ഒക്കെ ഉണ്ട്, ബട്ട് ദാറ്റ് ഡസ് നോട്ട് ഡു എനിത്തിങ്. ഈ ഗിയർ ലിവർ ലെഫ്റ്റിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷിഫ്റ്റ്സ് ഇൻടു സ്പോർട്ട്. പിന്നെ ഫ്രണ്ടും ബാക്കും മാനുവൽ പോലെ ടിപ്ട്രോണിക് പോലെ ഉണ്ട്, ഡസന്റ് ഡു എനിത്തിങ്. ലിവർ അങ്ങനെ തന്നെ വെച്ചേക്കണമെന്നുള്ളൂ. AMTയുടെ അതേ ലിവർ എടുത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, ബട്ട് ഇറ്റ് ഡസന്റ് ഡു എനിത്തിങ്. നമുക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ആക്കാൻ പറ്റും. ആൻഡ് അതനുസരിച്ച് സ്പോർട്ടും ഡ്രൈവ് മോഡും തമ്മിൽ മാറും. സോ ഡ്രൈവ് മോഡിൽ ആക്ച്വലി ഭയങ്കര റിലാക്സ്ഡ് ആണ്, കാര്യം നടക്കും, കുഴപ്പമൊന്നും എല്ലാവർക്കും ഓടിച്ചടക്കാം. ബട്ട് നമുക്കിപ്പോൾ ഒരു കുറച്ച് പെപ്പിയായിട്ട് ഓടിക്കണം, ഇച്ചിരി ഒന്ന് ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ബി ഇൻ സ്പോർട്ട് മോഡ്. ടോപ്പ് സ്പീഡ് ലിമിറ്റഡ് ആണ്, അബൌട്ട് 80-85 കിലോമീറ്റേഴ്സ് വരെയാണ് ഇവർ പറയുന്നത്. റെഗുലർ മോഡിൽ ഒരു 60 കിലോമീറ്റർ വരെ കുഴപ്പമില്ലാണ്ട് പോകും. അതിന് മേലെ പോകണമെങ്കിൽ സ്പോർട്ട് ഇടുന്നതാണ് നല്ലത്. ആൻഡ് ഈ വണ്ടി ബേസ് ചെയ്തിരിക്കുന്ന മിഡ് മോഡൽ നാനോ എന്നാണ്. സോ ദാറ്റ് ഇസ് ദി XM എന്ന് പറയുമ്പോൾ AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. പവർ വിൻഡോസും അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, ബാക്കിയൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. പവർ വിൻഡോ സെൻട്രൽ ലോക്കിംഗ് ഒക്കെ XT-ലാണ് വന്നിട്ടുള്ളത്. ബട്ട് അഗൈൻ ബേസിക് ആക്സറീസ്, ബട്ട് അല്ലാണ്ട് ബേസിക് എസെൻഷ്യൽസ് കവർ ആവുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടതിന്റെ ബ്ലാക്ക് ഡാഷ്ബോർഡ് ഓവറോൾ ഒരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ ആക്ച്വലി എന്റെ വണ്ടി ഇറങ്ങിയ സമയത്ത് ഈ പിങ്ക് നാനോന് മാത്രമാണ് ബ്ലാക്ക് ഡാഷ്ബോർഡ് വരുന്നത്. ഞാൻ അങ്ങനെ ചെന്നിട്ട് ബേസ് മോഡൽ അന്ന് അവിടെ കിട്ടാണ്ടായില്ല. അപ്പൊ ഞാൻ പിങ്ക് നാനോന്റെ ഒരു വിൻ വെച്ചിട്ട് എനിക്കൊരു ഫുൾ ഇന്റീരിയർ ഓർഡർ തരാമെന്ന് ഞാൻ ടാറ്റ കുറെ ചോദിച്ചതാണ്, നടന്നില്ല, എന്ന് ചെയ്തില്ല. ബട്ട് കാര്യം ഈ സാധാരണ വണ്ടിക്ക് വല്ലാണ്ട് ഗ്ലെയർ അടിക്കും ഡാഷ് ചെയ്ത്. ഞാൻ ഈ വണ്ടി ഇപ്പൊ നോട്ടീസ് ചെയ്യുന്ന അതില്ല. ആൻഡ് ബ്ലാക്കിന് ഇത്തിരി കൂടി ആ ഒരു ടെക്സ്ചറും സാധനങ്ങളൊന്നും കുഴപ്പം തോന്നുന്നില്ല. നല്ലപോലെ പോളിഷ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇറ്റ്സ് എ ഗുഡ് തിങ്. സീറ്റ്സ് ഒക്കെ സാധാരണ സീറ്റ്സും ബാക്കി എല്ലാം സാധാരണ നാനോന്റെ ആണ്. ഈ നാനോ എന്നൊരു ബ്രാൻഡിങ് ഇവിടെ സീറ്റിൽ വരും സാധാരണ വണ്ടിക്ക്, ഇതിന് അതില്ല. ആക്ച്വലി ഈ വണ്ടിയിൽ എവിടെയും നാനോ എന്നുള്ളതോ ടാറ്റ എന്നുള്ള ബ്രാൻഡിങ് ഇല്ല, എക്സെപ്റ്റ് ഗ്ലാസിലും അങ്ങനത്തെ കോമ്പോണൻസിലല്ലാണ്ട്. ബാക്കി എല്ലായിടത്തും JMന്റെ ബാഡ്ജ് തന്നെയാണ് വരുന്നത്. സോ ഇതിന്റെ മോട്ടർ ആരെ സപ്ലൈ ആണ്? മോട്ടർ ഞാൻ അടിയിൽ നോക്കി, മോട്ടർ കിർലോസ്കർ ആണ്. ആണല്ലേ? അതെ. ഓക്കെ. സോ നോട്ട് എ ചൈനീസ് മോട്ടർ, ദാറ്റ്സ് ഗുഡ്. ഇതാണ് ശരിക്കും മറ്റേ വോക്കൽ ഫോർ ലോക്കൽ. അതെ, ഇപ്പൊ കിർലോസ്കർ ആണ് ഇതിന്റെ സാധനം ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ ഇലക്ട്ര EV അങ്ങനത്തെ ഓരോ കമ്പനീസ് ആണ്. ഞാൻ ഇതിനകത്ത് കണ്ട കോമ്പണൻസ് ഒരുവിധം എല്ലാം ഈ കൺട്രോളറും എല്ലാം ഇരിക്കുന്നത് മോറോലെസ് ഇന്ത്യൻ മേക്ക് ആണ് സാധനങ്ങൾ. പാർട്സ് എല്ലാം കിട്ടും, പാർട്സ് എല്ലാം കിട്ടേണ്ടതാണ്. യെസ്. ഇതിന്റെ റെഗുലർ സർവീസ് ഒക്കെ നമുക്ക് ടാറ്റയുടെ അവിടെ തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കും. വണ്ടിയുടെ യൂഷ്വൽ കമ്പോണൻസ് എല്ലാം നാനോയുടെ ഷെയ്ഡ് ആണ്. അതെ, അല്ലാണ്ട് ഇലക്ട്രിക്കൽ കമ്പോണൻസ് മാത്രം ഈ പറഞ്ഞ പോലെ അതും ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ ബാംഗ്ലൂര് പല ടാറ്റ സർവീസ് സെന്റേഴ്സിൽ ഇത് സർവീസ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ആൻഡ് ബേസിക്കലി അവർ മനസ്സിലാക്കിയത് കുറച്ചിട്ടുള്ള ഇന്ററാക്ഷനിൽ മനസ്സിലാക്കിയത് ഇസ് ദാറ്റ് ഇത് ഒരു നമ്മുടെ ടിഗോർ EV ഉണ്ടല്ലോ, ലോ വോൾട്ടേജ് ടിഗോർ EV ടാക്സി ആയിട്ട് വന്നിരുന്ന വേർഷൻ, അതായിട്ട് ഇതിന്റെ സോഫ്റ്റ്വെയറും പല കാര്യങ്ങളും സെയിം ആണ്. ഇറ്റ്സ് എക്സെപ്റ്റ് ദാറ്റ് ആ ബാറ്ററി സൈസും അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളല്ലാണ്ട് ഇറ്റ്സ് മോർ ഓർ ലെസ് ദ സെയിം ആണല്ലേ. അപ്പൊ അതുകൊണ്ട് സർവീസും വലിയ കുഴപ്പം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്നാൽ അതേപോലെ ബാക്കി വണ്ടിയാണെങ്കിലും കുറെ മെക്കാനിക്കലും കോൺട്രാക്ടറും റിലേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇറ്റ്സ് എ വെരി ബേസിക് EV. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ജെൻ ഡ്രൈവ് ഒക്കെ ഇപ്പോഴും ഓടുന്നുണ്ട്. അപ്പൊ അതുപോലെ ഓടും എന്ന് വിചാരിക്കുന്നു. ആസ് ഓഫ് നൗ വേറെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഇതിപ്പോ ഫ്ലീറ്റിൽ യൂസ് ചെയ്തിരുന്ന കുറച്ച് കമ്പനീസ് ആണെങ്കിലും പല വണ്ടിയും 10-15 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞതാണ്. ആൻഡ് ഇറ്റ്സ് റണ്ണിങ് കുഴപ്പമില്ലാണ്ട്. ഇതിന് റീജൻ ഉണ്ടോ? ഇൻട്രസ്റ്റിംഗ്ലി റീജൻ ഉണ്ട്. റീജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആണ്, നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. ബട്ട് നമുക്ക് കുറച്ച് ക്ലെവർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ആസ് ഇൻ നമ്മൾ വെറുതെ ആക്സിലേറ്ററിന് കാലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ റീജനേ ഉള്ളൂ. അത് ആക്ച്വലി വലിയ കുഴപ്പമില്ല. നമുക്ക് ഹൈവേയിലാണെങ്കിലും അത് നമ്മളെ വല്ലാണ്ട് പുൾ ബാക്ക് ചെയ്യാത്ത പോലത്തെ ഒരു റീജൻ ആണ്. ഇപ്പൊ കണ്ടോ, ഇതിപ്പോ ചെറുതായിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ബ്രേക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് വിട്ടാൽ പിന്നെ നല്ലോണം അത് റീജൻ ആവും. സോ അങ്ങനത്തെ ഒരു 2 ലെവൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇതിന്റെ അകത്ത്. ആൻഡ് ദാറ്റ്സ് ബീൻ കാലിബ്രേറ്റഡ് റിയലി വെൽ ആക്ച്വലി.
നമുക്ക് ഡെയിലി യൂസിൽ നമ്മളൊന്നൊരു 5-10 മിനിറ്റ് ഓടിച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് മനസ്സിലാവും എങ്ങനെ അതിനെ മോഡുലേറ്റ് ചെയ്യണം എന്നുള്ളത്. ദാറ്റ് യു ക്യാൻ യൂസ് ഇറ്റ് യുവർ അഡ്വാൻറ്റേജ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ സൈസാണ്. ഈ പറഞ്ഞ ഒരു നാനോന്റെ ഒരു കോമ്പാക്ട്നെസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതെ, ആൻഡ് അത് ശരിക്കും നാനോ യൂസ് ചെയ്ത ഒരാൾക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. കാര്യം നമ്മൾ സിറ്റിക്കകത്ത് ദിസ് ഇസ് എ 4-wheel സ്കൂട്ടർ ഇൻ ഓൾ വീൽസ്. കാര്യം റൂഫുള്ളൊരു സ്കൂട്ടർ എന്ന് തന്നെ പറയാം നമുക്ക്. അങ്ങനത്തെ ആ ഒരു കൺവീനിയൻസ് ഉണ്ട്. എല്ലായിടത്തും കൊണ്ടുപോകാം, എവിടെ കൊണ്ടെത്തിരിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. സോ ദാറ്റ്സ് ഇൻ മൈ ഐസ് ദ പെർഫെക്റ്റ് സിറ്റി കാർ. ഓക്കെ. സോ ഉള്ളിൽ വേറെ വ്യത്യാസമൊന്നുമില്ല അല്ലേ? ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഉള്ളിൽ ഓൾമോസ്റ്റ് സെയിം ആണ് എക്സെപ്റ്റ് ദ സ്പീഡോമീറ്റർ. സ്പീഡോമീറ്റർ ഇവർ ഈ വണ്ടിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. ഇറ്റ്സ് റൗണ്ട് LCD യൂണിറ്റ്. അത്യാവശ്യം കോംപ്രിഹെൻസീവ് ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. സ്പീഡ്, ഡിസ്റ്റൻസ് ടു MT, അതേപോലെ ബാറ്ററി പെർസെൻറ്റേജ്, പിന്നെ ഒരു ഓഡോമീറ്റർ അല്ലെങ്കിൽ ട്രിപ്പ് മീറ്റർ, ഇത്രയും സാധനങ്ങൾ അത് റെഡി ആയിട്ട് കാണിക്കും ഓൾ ദ ടൈം. ആൻഡ് ബാക്കി എവറിത്തിങ് ഈസ് മോർ ഓർ ലെസ് ദ സെയിം. ഒരു നമ്മുടെ റെഗുലർ നാനോ XM വേർഷൻ ആയിട്ട് ഇന്റീരിയറിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. സ്റ്റിയറിംഗിൽ നിയോ എന്നുള്ള എഴുത്ത് വന്നിട്ടുണ്ട്. യെസ്, എക്സ്റ്റീരിയറിലും ആക്ച്വലി വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. എക്സ്റ്റീരിയർ ഓൾമോസ്റ്റ് സെയിം ആണ്. അതെ, ബ്ലാക്ക് ബമ്പേഴ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ കാണാത്തൊരു രീതിയിലുള്ള ഒരു സ്റ്റൈലിംഗ്. പച്ച നമ്പർ പ്ലേറ്റ് കാരണം ദൂരെ ശ്രദ്ധിക്കും. അതേ തന്നെ ഒരു കൂൾനെസ് ഉണ്ട്. ആൻഡ് അത് എന്താന്ന് നോക്കുമ്പോൾ നിയോ എന്നുള്ളത് കാണുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേകത ഉണ്ട്, ഒരു ഡിഫറെന്റ് വണ്ടിയാണെന്നുള്ള ഒരു ഫീൽ ഉണ്ട്. ഞാനിപ്പോ സിഗ്നലിലൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്ന് സൈഡിലൊക്കെ വന്ന് നോക്കിയിട്ട് ശരിക്കും ഇലക്ട്രിക് ആണോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അതല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ ആ ഒരു സ്റ്റെൽത്ത്, ഇതിന്റെ ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. കാര്യം ജസ്റ്റ് കാർ. അതെ, ഒരു വൈറ്റ് നാനോ അങ്ങനെ വരെ നോക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. അതെ, ബട്ട് ഐ തിങ്ക് ഇനി വെരി സൂൺ വി വിൽ സീ എ ലോട്ട് ഓഫ് പീപ്പിൾ കസ്റ്റമൈസിങ് ദീസ്. കാര്യം സിറ്റിക്കകത്ത് കൊണ്ടു നടക്കാൻ വാട്ട് കൂളർ ഹാച്ച് ക്യാൻ യു ഗെറ്റ്? ശരിയാണല്ലേ അല്ലേ? നമുക്കൊരെണ്ണം വേണ്ടേ? നമുക്ക് വേണം. യെസ്, ഇരിക്കാനും അതെ, മഴയുള്ള രാത്രികളിൽ പുറത്തിറങ്ങാനും സിറ്റിയിൽ ഓടിച്ചടക്കാനും എനിക്കൊരു നാനോ ഇലക്ട്രിക് വേണം. അതെ, വേണ്ടി വരും. അതെ, സോ ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നാനോ ഇലക്ട്രിക് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഇറങ്ങിയതെല്ലാം ഫ്ലീറ്റ് ബയേഴ്സിനാണ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ദേ ഹാവ് സ്റ്റാർട്ടഡ് ട്രിക്ലിംഗ് ഔട്ട് ഇൻ ടു ദ യൂസ് കാർ മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ കുറച്ച് വണ്ടികളാണ് ഇപ്പം നാട്ടിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാറില്ല. എന്ത് വില വരും? ഓക്കെ, സോ ഒരു ബിറ്റ്വീൻ ഒരു 3.5 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് ഇടയിലാണ് ഇത് വരുന്നത്. ആൻഡ് ഈ വണ്ടികളൊന്നും ഓടിയിട്ടില്ല, അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ കാര്യം. എല്ലാ വണ്ടികളും വളരെ നിസ്സാരമായ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഈ മിക്ക വണ്ടികളും വളരെ ലോ കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ആൻഡ് അങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇറ്റ്സ് ആക്ച്വലി എ വെരി ഇൻട്രസ്റ്റിംഗ് ബൈ. 10 ലക്ഷം ഒക്കെ കൊടുത്ത് മറ്റേ 10-12 കൊടുത്ത് പുതിയ ഇലക്ട്രിക് മേടിക്കുന്നതിനും ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ വേണ്ടി മേടിക്കാവുന്നതാണല്ലേ? ആക്ച്വലി യെസ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓടാൻ വേണ്ടി മാത്രമാണ് ചെറിയ ഓട്ടങ്ങളുള്ളൂ. സിറ്റിയിൽ മാത്രം ഓടിക്കാൻ ഒരു ടാർഗറ്റ് ചെയ്തത് മേടിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടിയാഗോ EV ബേസിക് മോഡലിന് 19 kWh ബാറ്ററിയേ ഉള്ളൂ. ഇത് 17.7, വലിയ കുഴപ്പമില്ല. മറ്റേത് മോർ ഹെവിയർ കാർ, ബിഗർ മോട്ടർ, ഇങ്ങനത്തെ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിന് ഇൻട്രോഡക്ടറി പ്രൈസിങ് 8 ലക്ഷം കഴിഞ്ഞിട്ട് അതിലും കൂടുതൽ എന്തായാലും വരും. ഒരു ഓൾമോസ്റ്റ് 10 രൂപയ്ക്ക് അടുത്ത് വരും. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ റോഡ് ടാക്സും എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോൾ അത്രയും വരും. വേറെ അങ്ങനെ നോക്കുമ്പോൾ ഒരു സിറ്റിക്കകത്ത് മാത്രം ഓടിക്കാനാണ്, അതാണ് മെയിൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ദിസ് മേക്സ് സെൻസ് അല്ലേ? നമ്മള് എല്ലാരും വെയിറ്റ് ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ അവരുടെ ചെറിയ ഇലക്ട്രിക് വരുന്നു, ഇവരുടെ ചെറിയ ഇലക്ട്രിക് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കുറെ ചെറിയ വണ്ടികൾ 5-6 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ കാറുകളൊക്കെ പിന്നെ അതിനെ പറ്റി ഒന്നും കേട്ടിട്ടില്ല. ശരിയാണ് അല്ലേ? അതൊക്കെ ഒരു ഫ്ലൈ ബൈ നൈറ്റ് ഓപ്പറേറ്റേഴ്സ് പോലെ ഉണ്ട് ഇപ്പൊ. ശരിക്കും അവരുടെ വണ്ടി ട്രസ്റ്റബിൾ ആണ് ഇത്. ഒന്നുമില്ലെങ്കിൽ ഒരു പ്രോപ്പർലി എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു നല്ലൊരു കമ്പനി ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ്. അതെ, ആൻഡ് ഒരു മാനുഫാക്ചർ ആൻഡ് അത് ഉണ്ടാക്കിയ ആളും ഒരു വണ്ടി ഉണ്ടാക്കിയ ശീലമുണ്ട്. ഒരു പ്രോപ്പർ മാനുഫാക്ചറുടെ ബാക്കിംഗ് ഉണ്ട്. ഇത് മേടിച്ചതും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കമ്പനിയാണ് ഇത് ഫ്ലീറ്റ് ആയിട്ട് മേടിച്ചത്. സോ ദേ നോ സംതിങ്. അതെ, ആൻഡ് ബെസ്റ്റ് പാർട്ട് ഇസ് ഇത് ARA ടെസ്റ്റഡ്, ഓൾ ദാറ്റ് ഇസ് ദേർ. രജിസ്ട്രേഷൻ അങ്ങനത്തെ ലീഗൽ ഫോർമാലിറ്റീസും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആൻഡ് ക്വാഡ്രി സൈക്കിൾ ഒന്നും അല്ല, ഇറ്റ്സ് എ കാർ. അതെ, അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഇതാണ് നമ്മുടെ JM Neo EV അല്ലെങ്കിൽ ടാറ്റ നാനോ EVയുടെ വെരി ഫസ്റ്റ് ലുക്ക്. നമ്മൾ പല മാഗസീൻസിലും പല ഓൺലൈൻ പോർട്ടൽസിലും എല്ലാം കണ്ടു നാനോ വരുന്നു എന്നും പറഞ്ഞ്, ഒരു നാനോ EV വരുന്നു എന്ന് പറഞ്ഞ് റെൻഡേഴ്സ് ഒക്കെ കണ്ടായിരുന്നു. അതൊന്ന് അതൊരു സൈഡില്. പിന്നെ നമ്മുടെ സാധാരണ നാനോ എടുത്തിട്ട് ബ്ലാക്ക് എഡിഷന്റെ പെയിന്റ് അടിച്ച് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വന്നായിരുന്നു. ബട്ട് ടോക്കിംഗ് കാസിലാണ് നിങ്ങൾ ശരിക്കും ഈ സാധനം ആദ്യമായിട്ട് കണ്ടത്.
അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ റിവ്യൂ ഇവിടെ റാപ്പപ്പ് ചെയ്യാം. ബട്ട് ഇതായിരിക്കില്ല ഈ ഒരു വണ്ടിയുടെ ഒരു ഫൈനൽ കവറേജ്. ഇനിയും വി വിൽ ഗെറ്റ് ബാക്ക് ടു യു വിത്ത് മോർ യൂസർ സ്റ്റാറ്റ്സ്, മോർ ഡീറ്റെയിൽസ്, പല കാര്യങ്ങളായിട്ടും നമ്മൾ വരുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു ലോങ് ടേം ഓണർഷിപ്പും കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്തായാലും ഡു സ്റ്റേ ട്യൂൺ, വി ഹാവ് മോർ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ് കമ്മിങ് അപ്പ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. അതേപോലെ ഈ വണ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങൾക്ക് ഒരു EV സിറ്റിയിൽ മേടിക്കാനാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വണ്ടി ചൂസ് ചെയ്യുമോ എന്നുള്ളതും കൂടെ ഡു ലെറ്റ് us know in the comment section. Thank you so much for joining in guys and have a great day. Bye bye. Bye bye.